നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 52 അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. വിശുദ്ധ നഗരമായ യെരൂശലേമേ, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. ഇനി മേലാൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. പൊടി കുടഞ്ഞ് കളക, യെരൂശലേമേ, എഴുന്നേറ്റ് ഇരിക്ക. ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളക. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: വില വാങ്ങാതെ നിങ്ങളെ വിറ്റുകളഞ്ഞു, വില കൊടുക്കാതെ നിങ്ങളെ വീണ്ടുകൊള്ളും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: എന്റെ ജനം പണ്ട് പരദേശവാസം ചെയ്യുവാൻ മിസ്രയീമിലേക്ക് ഇറങ്ങിച്ചെന്ന് അശൂരും അവരെ വെറുതെ പീഡിപ്പിച്ചു. ഇപ്പോഴോ എന്റെ ജനത്തെ വെറുതെ പിടിച്ചുകൊണ്ട് പോയിരിക്കൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യേണ്ടു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അവരുടെ അധിപതിമാർ മുറയിടുന്നു, എന്റെ നാമം ഇടവിടാതെ എല്ലായ്പ്പോഴും ദുഷിക്കപ്പെടുന്നുവെന്നും യഹോവ അരുളിച്ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ ജനം എന്റെ നാമത്തെ അറിയും. അതുകൊണ്ട് ഞാൻ തന്നെയാകുന്നു പ്രസ്താവിക്കുന്നവൻ എന്ന് അവർ അന്ന് അറിയും. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നുവെന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. നിന്റെ കാവൽക്കാരുടെ ശബ്ദം കേട്ടുവോ? അവർ ശബ്ദമുയർത്തി ഒരുപോലെ ഉല്ലസിച്ച് ഘോഷിക്കുന്നു. യഹോവ സിയോനിലേക്ക് മടങ്ങി വരുമ്പോൾ അവർ അഭിമുഖമായി കാണും. യെരൂശലേമിന്റെ ശൂന്യപ്രദേശങ്ങളെ പൊട്ടിയാർത്തുകൊള്ളുവീൻ. യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചു, യെരൂശലേമിനെ വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ. സകല ജാതികളും കാണുക, യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷയെ കാണും. വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. അശുദ്ധമായതൊന്നും തുടരുത്. അതിന് നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ, നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. നിങ്ങൾ ഭയപ്പാടോടെ പോകയില്ല, ഓടിപ്പോകുകയുമില്ല. യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും. ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിൻപടയായിരിക്കും. എന്റെ ദാസൻ കൃതാർത്ഥനാകും. അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അവൻ പല ജാതികളെയും കുറിച്ച് കുതിച്ചു ചാടുമാറാക്കും. രാജാക്കന്മാർ അവനെ കണ്ട് വായ്പൊത്തും. അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തത് കാണുകയും ഒരിക്കലും കേട്ടിട്ടില്ലാത്തത് ഗ്രഹിക്കുകയും ചെയ്യും. യെശയ്യാപ്രവചനം 52 അധ്യായം പുതിയ നിയമത്തിൽ ധാരാളം ഉദ്ധരണികളുള്ള അധ്യായമാണ്. 7 വാക്യം, സുവാർത്താദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം എന്ന് നമ്മൾ വായിച്ചു. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനിൽ നിന്റെ ദൈവം വാഴുന്നുവെന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം. ഈ വാക്യം റോമാലേഖനം 10 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ പൗലുസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വാക്യം കർത്താവിന്റെ സുവിശേഷം ദൈവദാസന്മാർ അറിയിക്കുന്ന കാര്യമാണ്. ഏകവചനത്തിൽ സുവാർത്ത ദൂതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. കാരണം ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ അദൃശ്യനായ യേശു അവരോട് കൂടെ ഉണ്ട്. 10 വാക്യം, ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷയെ കാണും. ഈ 10 വാക്യം യോഹന്നാൻ സ്നാപകൻ താൻ യേശുവിന് മുന്നോടിയായിട്ട് വന്ന് യേശുവിന് വഴിയൊരുക്കാനായിട്ട് വന്ന് പ്രസംഗിച്ച സമയത്ത് അദ്ദേഹം ഈ ഭാഗം എടുത്തു. സർവ്വജനവും ദൈവത്തിന്റെ രക്ഷയെ കാണും എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. 11 വാക്യം, വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. അശുദ്ധമായതൊന്നും തുടരുത്. അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു പോരുവീൻ എന്നുള്ള വാക്യം അങ്ങനെ തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 6 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ പൗലോസ് എഴുതിയിരിക്കുകയാണ്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, നാം ദൈവത്തിന്റെ ആലയമല്ലോ. പിന്നെ താഴെ വായിക്കുകയാണ്, വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ,
അശുദ്ധമായതൊന്നും തൊടരുത് എന്ന് ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും അബദ്ധ വിശ്വാസങ്ങളോടും ഒക്കെ വേർപെട്ട് വേണം കർത്താവിനെ ആരാധിക്കാൻ. അല്ലാതെ ഫറവോൻ പറഞ്ഞു ഇവിടെ ആരാധിച്ചു, അങ്ങനെയല്ല. അബ്രഹാം ഒരിക്കലും കൽദയദേശത്ത് അല്ലല്ലോ ആരാധിച്ചത്, അവിടുന്ന് പുറപ്പെട്ടു പോന്നല്ലേ ആരാധിച്ചത്. പെന്തക്കോസ്ത് നാളിൽ പത്രോസിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട 3000 ആളുകൾ അവരുടെ മതത്തിലേക്ക് വീണ്ടും പോവുകയല്ലേ ചെയ്തത്. അവര് ഇപ്പോൾ വന്നിട്ടുള്ളത് യെരുശലേമിലെ ആചാരങ്ങൾക്കാണ്. അതിൻ്റെ കാലം കഴിഞ്ഞു. അതുകൊണ്ട് യെരുശലേമിൽ വെളിപ്പെട്ട അതേ ദൈവം കർത്താവായ യേശുവാണ് മനുഷ്യനായി വന്നത്. അവനാണ് രക്ഷാമാർഗം ഒരുക്കാൻ മരിച്ചത്, ഉയർത്തത്, ജീവിക്കുന്നത്. ഞങ്ങൾ അവനെ കണ്ടു, അവൻ ജീവിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇത് കേട്ടപ്പോഴാണ് അവർ ഹൃദയത്തിൽ കൊടുത്തുകൊണ്ട് കർത്താവിനെ കൈക്കൊള്ളാനിടയായത്. പിന്നെ അവർ തിരിച്ചവരുടെ മതങ്ങളിലേക്ക് പോയില്ല. അവൻ്റെ വാക്ക് കൈക്കൊണ്ടോ സ്നാനമേറ്റു. അന്ന് 3000 പേർ അവരോട് ചേർന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുപോലെ 15-ാം വാക്യം, അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തത് കാണുകയും ഒരിക്കലും കേട്ടിട്ടില്ലാത്തത് കേൾക്കുകയും ചെയ്യും എന്നുള്ള വാക്യം റോമാലേഖനം 15:21 പൗലോസ് അപ്പോസ്തലൻ ഉദ്ധരിക്കുന്നുണ്ട്. ഇസ്രായേലിന് ബാബേൽ പ്രവാസം വിട്ടുപോരുവാൻ കാലമായതുകൊണ്ട് അവർ ഒരുങ്ങാനുള്ള ആഹ്വാനമാണ് ഈ 52-ാം അധ്യായം. മേലാൽ അഗ്രചർമ്മികളായ പുറജാതികൾ, അതുപോലെ ദൈവമില്ലാത്ത അശുദ്ധന്മാർ ഇവരെ ഉപദ്രവിക്കാൻ വരികയില്ല എന്ന് പറഞ്ഞിവരെ ധൈര്യപ്പെടുത്തുകയാണ്. 4-ാം വാക്യം, മിസ്രയീമിൽ നിന്ന് അശ്ശൂരിൽ നിന്നും ദൈവം ഇസ്രായേലിനെ രക്ഷിച്ചു. മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചു, അശ്ശൂര്യരിൽ നിന്ന് രക്ഷിച്ചു. അതുപോലെ ബാബേലിൽ നിന്ന് രക്ഷിക്കും എന്നാണ് 4-ാം വാക്യത്തിൽ ഉള്ളത്. അത് BC 536 നിറവേറുവാൻ ഇടയായി. ബാബേലിൽ നിന്നുള്ള വിടുതലിൻ്റെ ആഹ്വാനം ദൈവപുത്രന്റെ സുവിശേഷ ഘോഷണത്തിന് നിഴലാണെന്നാണ് 7-ാം വാക്യം പറയുന്നത്. അത് റോമാലേഖനം 10:15 ഉദ്ധരിച്ചിട്ടുണ്ട്. 9, 10, 11 വാക്യങ്ങൾ അത് ദൈവരാജ്യത്തിൻ്റെ ചിത്രമാണ്. ഞാൻ വായിക്കാം. യെരുശലേമിന്റെ ശൂന്യപ്രദേശങ്ങളെ പൊട്ടിയാർത്തുകൊള്ളുവീൻ. യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിച്ച് യെരുശലേമിനെ വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ. സകല ജാതികളും കാണുക, യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. ഭൂമിയുടെ അറ്റങ്ങളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷയെ കാണും. അപ്പോൾ കർത്താവായ യേശു മൂലം സകല ജനപദങ്ങളും കർത്താവിനെ അറിയുന്ന കാര്യം ഇതിലുണ്ട്. മാത്രവുമല്ല, യേശുവിൻ്റെ വീണ്ടും വരവെങ്കിൽ സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തിൽ സകല ജാതിയിലും ഭാഷയിലും വംശത്തിലും പെട്ട ആളുകൾ ഉണ്ടായിരിക്കും എന്നുള്ള ആശയവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ബാബേലിനെ ഉപേക്ഷിച്ച് വരാനുള്ള ആഹ്വാനം സഭയുടെ ഭൂമിയിലെ ശുദ്ധീകരണത്തിൻ്റെ ആഹ്വാനം കൂടെയാണ്. കർത്താവിൻ്റെ വരവെടുത്തു, അതുകൊണ്ട് നിങ്ങളെ തന്നെ ഒരുക്കുക എന്നാണ്. വെളിപ്പാട് ദിവസം അവസാനം വായിക്കുന്നത്, വിശുദ്ധ തന്നെ വിശുദ്ധീകരിക്കട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു എന്നാണ്. 13 മുതലുള്ള വാക്യങ്ങൾ ദൈവരാജ്യ സ്ഥാപനത്തിനായി ദൈവത്തിൻ്റെ പ്രിയദാസൻ വരുന്ന കാര്യമാണ്. ക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ പ്രത്യേക യാതൊരു ആകർഷണവും ഇല്ലായിരുന്നു. എന്നാൽ തൻ്റെ വീണ്ടും വരവെങ്കിൽ രാജാക്കന്മാർ വായ് പൊത്തും. അങ്ങനെ ഒരു കാലം വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. 13 മുതൽ ഞാൻ വായിക്കാൻ, ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു പോകുകയും അത്യന്തം ഉന്നതനായിരിക്കും. അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോയതുപോലെ അവൻ പല രാജ്യങ്ങളെയും കുതിച്ച് ചാടുമാറാക്കും. രാജാക്കന്മാർ അവനെ കണ്ട് വായ് പൊത്തി നിൽക്കും. അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തത് കാണുകയും ഒരിക്കലും കേട്ടില്ലാത്തത് ഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ യാതൊരു ആകർഷണവും തന്നിലില്ലായിരുന്നു. എന്നാൽ വീണ്ടും വരവെങ്കിൽ ഭൂമിയിലെ സകല രാജാക്കന്മാരും വായ് പൊത്തത്തക്കവണ്ണം താന് സകല പ്രഭാവവും ഉള്ളവനായിരിക്കും എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിൻ്റെ കാലം അടുത്തതുകൊണ്ട് അവനായിട്ട് നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.